Wow. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് റാഗീൻ്റെ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റാഗി കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് സ്റ്റീംഡ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഒരിക്കലും നമ്മൾ എന്താ പറയുക, ഓവനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളല്ലാതെ ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് വെതറിയിട്ട് ഉണ്ടാക്കില്ലേ, ഫ്രീ ഹീറ്റൊക്കെ ചെയ്തിട്ട്, അതും ഒന്നുമല്ല. ഇത് നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന മെഷർമെൻറ്റ് തന്നെ, പക്ഷേ ഇത് വ്യത്യസ്തമായിട്ട് സ്റ്റീം ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ഗ്ലാസ്സിലാണ് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അളക്കുന്നത്. അപ്പം ഞാൻ ഒരു ഗ്ലാസിൻ്റെ കണക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് റാഗിപ്പൊടി വീതമാണ് ഞാൻ എടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മളൊരു പാന് ചൂടാക്കാൻ വെക്കുക. അതിനുശേഷം നമ്മൾ ഈ പൊടികൾ, റാഗീൻ്റെ പൊടിയില്ല, അതിട്ട് കൊടുക്കുക. അതിനുശേഷം ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക. ജസ്റ്റ് ആ പൊടി ഒന്ന് ചൂടായാൽ മാത്രം മതി. അങ്ങനെ കളർ മാറും ഒന്നും വേണ്ട കേട്ടോ. അടുത്തതായിട്ട് ഒരു മിക്സി ജാർ എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ശേഷം ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു മൂടിക്ക് കണക്കാക്കിയിട്ടാണ് ഒഴിക്കുന്നത് കേട്ടോ. അതിൻ്റെയും പകുതിയാണ്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. 1/2 ഗ്ലാസ് പഞ്ചസാരയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയും ആഡ് ചെയ്യും. ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതേപോലെയാണ് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന് കൊടുക്കുക. ശേഷം ഇതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലോർ ആണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ കോൺഫ്ലോർ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തത്. ശേഷം ഇതിനകത്തേക്ക് ആ റാഗിപ്പൊടിയില്ല നമ്മൾ ചൂടാക്കി വെച്ചാൽ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്യുന്നത്. ബേക്കിംഗ് സോഡ അധികമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തേക്ക് നമ്മൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കരുത്. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ഗ്ലാസ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അത് കുറച്ച് കട്ടിയായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് പാല്, ഒരു ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുക. ഞാനൊരു കൈക്കണക്കിനാണ് 1 ടേബിൾ സ്പൂൺ എടുക്കാറ്. നിങ്ങൾക്ക് അതുപോലെ ചെയ്യേണ്ട. നിങ്ങൾ സാധാ 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനിയും അതിനകത്തേക്ക് കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഈ ഒരു ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിന് മുന്നേ ഇതാ ഇവിടെ ഒരാൾ ഹായ് കാണിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി കേട്ടോ. ഞാനൊന്ന് ഒഴിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒഴുകി വരണം. ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ബാറ്റർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കേക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാത്രത്തിലാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ബാറ്റർ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാറ്റർ ഒഴിച്ച പാടെ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് വെക്കരുത്. അതിനകത്ത് എയർ ബബിൾസ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് തട്ടിക്കൊടുക്കുക. തട്ടിക്കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ കൊണ്ടുപോയിട്ട് ആ ഒരു സ്റ്റീമറിൽ വെക്കുക. അപ്പോൾ സ്റ്റീമർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് നമ്മളുടെ ബാറ്റർ ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 1/2 മണിക്കൂറാണ് ഞാൻ വെച്ചത്. 1/2 മണിക്കൂറിൻ്റെ ഇടയിൽ, അതായത് ഒരു 25 മിനിറ്റൊക്കെ ആയ സമയത്ത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കി. അപ്പോൾ ബാറ്ററിൻ്റെ കുറച്ച് അംശം അതിനകത്ത് ഉണ്ടായിരുന്നു ആ കുത്തി നോക്കിയതിൽ. അപ്പം ഞാൻ വീണ്ടും വെച്ചു ഒരു 5 മിനിറ്റും കൂടി. അതിനുശേഷം കുത്തി നോക്കിയപ്പോൾ ക്ലീൻ ആയിട്ടാണ് ആ ഒരു പപ്പടക്കുത്തി വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇത് കറക്റ്റാണ് കുക്കായതെന്ന്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് നോക്കുക കേട്ടോ. കാരണം ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനും വ്യത്യസ്തത ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ കുക്കിംഗ് ടൈമും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കുക. ഇത് നല്ല രസമാണ് കേട്ടോ. കുട്ടികൾ റാഗിയൊന്നും കഴിക്കുന്നില്ലെങ്കിൽ ഇവരിങ്ങനെ കേക്ക് ഉണ്ടാക്കി കൊടുത്താൽ വേഗം കഴിക്കൂ കേട്ടോ. ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? ചോക്ലേറ്റ് പോലെ ഉണ്ടോ?
ചൂട് കണിയാനൊന്നും കാത്തിക്കില്ല, കട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചൂട് തണിയാനൊന്നും അവൻ കാത്തു നിന്നിട്ടില്ല. കട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ ഒന്ന് കുറച്ച് ചൂട് തണിച്ചതിന് ശേഷം കട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക കേട്ടോ. ഈ കുട്ടികളില്ലേ, നമ്മളെന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അവർ നോക്കിക്കൊണ്ട് നിൽക്കും, ആയില്ലേ ഇത്. അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് തണിയൊന്നും അവർക്ക് വേണ്ട, അവർക്ക് അപ്പം കിട്ടണം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് കട്ട് ചെയ്യാം. എന്താ എണ്ണീറ്റ് വന്നാലേ ഇപ്പോ പറയ്, എങ്ങനെയുണ്ട് പറയും. നല്ല ടേസ്റ്റാ. നല്ലപോലെ ചൂടണിഞ്ഞിട്ട് കട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതേപോലെ പൊടിഞ്ഞു പോവില്ലായിരുന്നു. പക്ഷെ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് തന്നെ കട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ബൈ.